ലേലംവിളിയുടെ നിയമാവലികൾ എല്ലാ മാനേജർമാരും കൈപ്പറ്റിയിട്ടുണ്ടല്ലോ. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി ഫോൺ എടുക്കണില്ല. ഒരു ടീമിന് പരമാവധി ചെലവാക്കാവുന്ന തുക 250 ഉറുപ്പിയിൽ നിന്നും 300 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, താരങ്ങളുടെ അടിസ്ഥാന വില നിലവാരം എഴുതിയ ലഘുലേഖ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് എല്ലാ ടീം മാനേജർമാരും എങ്കിൽ ലേലംവിളി ആരംഭിക്കുകയാണ്. ആദ്യമായി എതിരാളികളുടെ പോസ്റ്റിലേക്ക് ചാട്ടുളി കണക്കെ പന്ത് പായിക്കുന്ന സ്റ്റാർ സ്ട്രൈക്കർ ഇണ്ണിമാൻ. അടിസ്ഥാന വില 22 റുപ്യ 5 പൈസ. 24 റുപ്യ 25 രൂപ 30 റുപ്യ 30 റുപ്യ. ഒരു തരം, 2 തരം, 3 തരം. അങ്ങനെ ഇപ്രാവശ്യവും കക്കുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇണ്ണിമാനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്തതായി സ്വന്തം പോസ്റ്റിലേക്കായാലും ഗോളടിച്ചാൽ മതി എന്ന വാശിയോടുകൂടെ കണ്ടത്തിൽ നിറഞ്ഞാടുന്ന അപ്പു എന്ന അഫ്താബ്. അടിസ്ഥാന വില 1 റുപ്യ. എന്റെ വില ലേശം കൂട്ടിളിക്കിപ്പാ. പിന്നെ ഫൈസലിനെ അമ്മദിനമാക്കിയുള്ള പൈസ എന്റെ അമ്മാശം കേട്ടോ വരൂ. പ്രശ്നാക്കണ്ട. 10 റുപ്യ. അഫ്താബ് എന്ന അപ്പുവിന് 10 റുപ്യ. ഒരു തരം, 2 തരം, 3 തരം. ഇതാദ്യമായി TPL കളിക്കാൻ ഒരു ദേശീയ താരം, നമ്മുടെ നാടിന്റെ അഭിമാന താരം, തോട്ടിൻഡക്കരയുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ സുഹൈൽ. അടിസ്ഥാന വില 60 റുപ്യ. സുന്ദര, ലോന് തീരെ കുറച്ചാലുള്ള വിലട്ട്. ബാക്ക നമുക്ക് കയറ്റി വിളിച്ചാലോ? വേണ്ട, അത് ശരിയാവൂല. മൂപ്പരുടെ ആളല്ലേ. ആർക്കും വേണ്ടേ? ഇതാ 100 റുപ്യ. അങ്ങനെ TPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലക്ക് സുഹൈലിനെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ എടുത്തിരിക്കുകയാണ് റൈനിൻഡക്കര മാനേജർ ഹംസക്കുട്ടിക്ക. അടുത്തതായി കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ മഞ്ഞക്കാടുകളും നേടിയിട്ടുള്ള താരം അഹമ്മദ് 39 റുപ്യ. ഓനെ നമുക്ക് തന്നോളി. 45 റുപ്യ. അംസാക്ക എന്ത് പരിപാടിയാ? ഓൻ ഞങ്ങളാണല്ലേ. അത് നല്ല കഥ. പിന്നെന്തിനാ ഇവിടെ ലേലം? 50 റുപ്യ, 55 റുപ്യ, 60 റുപ്യ, 65 റുപ്യ, 75 റുപ്യ. സുന്ദരടാ, ഈ ശരിയാവില്ല കേട്ടോ. മൂപ്പര് ആവശ്യമില്ല വില കയറ്റുക. ഹംസക്കുട്ടിയൊക്കെ വാങ്ങാണെങ്കിൽ മാത്രം വിളിക്കും. നിങ്ങൾ വിളിച്ചോളി. 80 റുപ്യ. അതെന്താണ് സുന്ദരടാ, തീരുമാനാക്കി? നിങ്ങൾ പേടിക്കണ്ട, കളിക്കാരൻ ഇഷ്ടമുള്ള ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അതിനുള്ള പൈസ കമ്മിറ്റി കെട്ടിക്കണം, അത്രേ ഉള്ളൂ. അത് കളിക്കാനവിടെ വിളിക്കാതെ. ഓൻ വരുന്നു. ബാക്കി ഞാൻ ഓനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓൻ വരുന്നു പറഞ്ഞാണ്. ഹലോ, ആരോട് പറയാ?